പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. എന്നെ സൗഖ്യമാക്കും എന്നും അവനുണ്ട്. എന്നെ സൗഖ്യമാക്കും എന്നും അവനുണ്ട്. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഹല്ലേലൂയ. പ്രത്യാശയുടെ തടവുകാരെ, നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങി വരിക. എന്റെയും നിങ്ങളുടെയും രക്ഷാദുർഗം എനിക്ക് വേണ്ടി സഹിച്ച് പീഡയേറ്റ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവ എന്റെ രക്ഷാദുർഗം. ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവ എന്റെ രക്ഷയുടെ കോട്ട, എന്റെ ബലം, എന്റെ ശക്തി, എന്റെ യേശുവ. രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുക. ഇരട്ടി പങ്ക് ഞാൻ നിനക്ക് മടക്കി തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇത് ദൈവത്തിന്റെ വചനമാ. ദൈവമാ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇരട്ടി പങ്ക് മടക്കി തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ. 2018-ലും 2017-ലും 2014-ലും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ കണ്ണുനീരിനെയും ദുഃഖത്തെയും വേദനയിലേക്ക് നിങ്ങൾ നോക്കിയിരിക്കരുത്. കഴിഞ്ഞകാല തകർച്ചകളിലേക്ക് നോക്കിയിരുന്ന് ജീവിതം കളയരുത്. ഇത് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ്. കഴിഞ്ഞകാല സങ്കടങ്ങള്, പരാജയങ്ങള്, വേദനകളിലേക്ക് അവൻ ഇങ്ങനെ ആയിരിക്കുകയാണ്. പാടില്ല. എഴുന്നേക്കണം, സടക്കുടഞ്ഞ് എഴുന്നേക്കണം എന്നൊക്കെ പറയില്ലേ. സടക്കുടഞ്ഞ് എഴുന്നേക്കണം. മനസ്സ് ബലപ്പെടണം, മനസ്സ് ശക്തി പ്രാപിക്കണം. നമ്മളെ തോൽപ്പിക്കുന്നത് മനസ്സാ, നമ്മളെ പരാജയപ്പെടുത്തുന്ന മനസ്സാ, നമ്മളെ വിജയിപ്പിക്കുന്നത് നമ്മുടെ മനസ്സാ. ഹല്ലേലൂയ. ഒരു വ്യക്തി എപ്പോഴാ പരാജയപ്പെടുന്നറിയാമോ? ആ വ്യക്തിയുടെ മനസ്സു തളരുമ്പോഴാ. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ മനസ്സു തളരുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തകർച്ച ആരംഭിക്കുകയാ. ഒരു വ്യക്തിയുടെ പരാജയം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മനസ്സിന്റെ തളർച്ചയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. സുഭാഷിതങ്ങൾ 4:25. നിന്റെ നോട്ടം മുൻപോട്ടു മാത്രമായിരിക്കട്ടെ. ഹല്ലേലൂയ. ആ വചനം ഒന്ന് പറഞ്ഞേ. നിന്റെ നോട്ടം മുൻപോട്ടു മാത്രമായിരിക്കട്ടെ. നിന്റെ ദൃഷ്ടി അവക്രമായിരിക്കട്ടെ. നിന്റെ ദൃഷ്ടി, നിന്റെ കണ്ണുകളിൽ ഒരിക്കലും കാപട്യമുണ്ടാകാൻ പാടില്ല. നിന്റെ നോട്ടം മുൻപോട്ടു മാത്രമായിരിക്കട്ടെ. കരമെത്തി പിടിച്ചേ. നിന്റെ നോട്ടം മുൻപോട്ടു മാത്രമായിരിക്കട്ടെ. പറഞ്ഞേ, നിന്റെ നോട്ടം മുൻപോട്ടു മാത്രമായിരിക്കട്ടെ. ഉച്ചത്തിൽ പറഞ്ഞേ, നിന്റെ നോട്ടം മുൻപോട്ടു മാത്രമായിരിക്കട്ടെ. നിന്റെ നോട്ടം മുൻപോട്ട് മാത്രമായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയുന്നു, നിന്റെ നോട്ടം മുൻപോട്ട് മാത്രമായിരിക്കട്ടെ. നീ മുന്നോട്ട് നോക്ക്, നീ പുറകിലേക്ക് നോക്കണ്ട. ദൈവമായ കർത്താവ് സോദോം ഗൊമോറയുടെ മേൽ അഗ്നി ഇറക്കി നശിപ്പിച്ചു. അവർക്കൊരു ദേശം കൊടുത്തിരുന്നു. സോദോം ഗൊമോറ കത്തി അമരുമ്പോൾ തിരിഞ്ഞങ്ങോട്ട് നോക്കരുത്, തിരിഞ്ഞ് നോക്കരുത്, ഓടി രക്ഷപ്പെട്ടോളാൻ പറയുക. ശരിയാണോ? പഴയ നിയമത്തിൽ ഉൽപ്പത്തി നമ്മൾ വായിക്കുന്നുണ്ട്.
പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്. ആരോടാ ഇത് പറഞ്ഞത്? ആരോടാ? പോത്തിനോടോ? പോത്തിനോടല്ല, ലോത്തിനോടാ. ലോത്ത് തന്റെ ഭാര്യയും മക്കളെയൊക്കെ കൂട്ടി ഓടുകയാ. ദൈവം പറഞ്ഞു പുറകോട്ട് നോക്കരുത്. പുറകോട്ട് നോക്കണ്ട. പുറകോട്ട് നോക്കണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ തകർച്ച, പരാജയങ്ങൾ, നൊമ്പരങ്ങൾ, വേദനയൊക്കെ പാഠം ഉൾക്കൊള്ളുക. അങ്ങോട്ട് നോക്കിയിരുന്ന് സങ്കടപ്പെട്ട് നഷ്ടപ്പെട്ടല്ലോ, പോയല്ലോ, തീർന്നല്ലോ, പാടില്ല. തീർന്നിട്ടില്ല, തീരത്തില്ല. ആൽഫായും ഒമേഗായും ആയവൻ, ആദിയും അന്ത്യവുമായവൻ നമ്മുടെ കൂടെയുണ്ട്. തീർന്നിട്ടില്ല, തീരത്തില്ല. അവന്റെ കയ്യിൽ തരാൻ ഇഷ്ടംപോലുണ്ട്. ഒന്നിനും കുറവില്ലാത്തവനാ. ആരാ? യേശു. അവൻ ഒന്നിനും കുറവില്ല. അവൻ ആൽഫായും ഒമേഗായുമാ, ആദിയും അന്ത്യവും അവൻ തന്നെ. അവന് ഒന്നിനും കുറവില്ല. അതുകൊണ്ട് എനിക്ക് ഒന്നിനും കുറവുണ്ടാവത്തില്ല. ഒന്നിനും കുറവുണ്ടാവത്തില്ല. അതുകൊണ്ട് പുറകോട്ട് നോക്കിയിരുന്ന, കണ്ണുനീരിലും തകർച്ചയിലും വേദനയ്ക്ക് നോക്കിയിരുന്ന സങ്കടപ്പെട്ട് ജീവിതം കളയേണ്ടവരല്ല നമ്മൾ. ഹല്ലേലൂയ. മനുഷ്യനാണോ അവന്റെ ജീവിതത്തിൽ നഷ്ടമുണ്ടാവും, ദുഃഖമുണ്ടാവും, പരാജയമുണ്ടാവും, കണ്ണുനീരുണ്ടാവും, വേദന ഉണ്ടാവും, ഒക്കെ ഉണ്ടാവുന്നേ. ഉണ്ടാവട്ടെ. എന്തിനാ ഇത്ര പേടിക്കുന്നത്? ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കൂടെ ഇല്ലേ? ഉയർത്തെഴുന്നേറ്റ യേശു കൂടെ ഇല്ലേ? പിന്നെന്തിനാണ് നമ്മൾ തളർന്നു പോകുന്നത്? ഹല്ലേലൂയ. ലോത്തും ഭാര്യയും മക്കളുമൊക്കെ ഓടിയപ്പോൾ ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി. കർത്താവ് എന്താ പറഞ്ഞിരുന്നത്? തിരിഞ്ഞു നോക്കരുതെന്ന്. ഈ പെണ്ണുമ്പിള്ള തിരിഞ്ഞു നോക്കി. ലോത്തിന്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ടില്ല, പേരൊന്നും എനിക്കറിയത്തില്ല, പേര് ബൈബിളിൽ എഴുതിയിട്ടില്ല. ലോത്തിന്റെ ഭാര്യ. എന്താ ഒരു പേര് കൊടുക്കുന്നത് നമുക്ക്? മറിയക്കുട്ടി എന്നോ ആയിക്കോട്ടെ. ലോത്തിന്റെ ഭാര്യ മറിയക്കുട്ടി തിരിഞ്ഞു നോക്കി. ഉപ്പ് തൂണായിപ്പോയി. ഫ്രീസായിപ്പോയി. ഉപ്പ് തൂണായിപ്പോയി. തീർന്നു, സംഭവം തീർന്നു. ഈ എന്തിനാ ഈ ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കിയത്? അവിടെ ഉള്ള എന്താ തനിക്കുണ്ടാകുന്ന വീട്, അല്ലെ, സമ്പത്ത്, കൃഷിഭൂമികൾ, അതെല്ലാം നോക്കുക. തിരിഞ്ഞു നോക്കിയതാ. അല്ല കത്തിയാ വരിക. ഹല്ലേലൂയ. തിരിഞ്ഞു നോക്കിയ ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായിട്ട് മാറി. കണ്ട് തിരിഞ്ഞു നോക്കരുതെന്ന് ദൈവം പറഞ്ഞാൽ തിരിഞ്ഞ് നോക്കരുത്. വചനം കണ്ടില്ലേ? നിന്റെ നോട്ടം മുൻപോട്ട് മാത്രം നോക്കുക. പുറകിലെ തകർച്ചയിലേക്ക് നോക്കി സങ്കടപ്പെട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഉണ്ടോ? ഒരു കാര്യമില്ല. ഹല്ലേലൂയ. 2018 തോൽവിയെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. 2019 എനിക്കും നിങ്ങൾക്കും വിജയത്തിന്റെ, അനുഗ്രഹത്തിന്റെ, ഉയർച്ചയുടെ, അഭിവൃദ്ധിയുടെ, നന്മയുടെ, സൗഖ്യത്തിന്റെ, വിടുതലിന്റെ വർഷമായിരിക്കും. ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനം പറയുന്നു, അവൻ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് ജൈത്രയാത്ര ആരംഭിച്ചു. ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു, അതിന്റെ പുറത്ത് വില്ലുമായിരിക്കുന്ന ഒരുവൻ, അവന് ഒരു കിരീടം നൽകപ്പെട്ടു. വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് അവൻ ജൈത്രയാത്ര ആരംഭിച്ചു. വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് അവൻ ജൈത്രയാത്ര ആരംഭിച്ചു. പാപത്തിന്റെ കരിനീഴൽ മണ്ണിലെങ്ങും നിറഞ്ഞു, പരിശുദ്ധൻ മനുജനായി മണ്ണിൽ പിറന്നു. മാനവർക്കു രക്ഷയേകാൻ മണ്ണിടത്തിൽ മരിച്ചു, നിത്യജീവനേകി ദൈവം അനുഗ്രഹിച്ചു. ഇത്രത്തോളം സ്നേഹമേകും സത്യദൈവമേ, അങ്ങു മാത്രം നല്ല ഇടയൻ. ഇത്രത്തോളം സ്നേഹമേകും സത്യദൈവമേ, അങ്ങു മാത്രം നല്ല ഇടയൻ. അബ്രാഹത്തിൻ ദൈവമാണെന്റെ ഇടയൻ, ഇസഹാക്കിൻ ദൈവമാണ്.